ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനൻ്റ് കേണലായിരുന്ന ഡോക്ടർ സോണിയ ചെറിയാൻ്റെ യുദ്ധ ഡയറിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറു വിവരണമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്കേറ്റത്ത് ഷോക്ക് എന്ന ഒരു നദിയുണ്ട്. അതിനെ മരണനദി എന്നാണ് പറയുന്നത്. ഈ നദിയുടെ ഓരത്തുള്ള ഒരു ഗ്രാമം ലഡാക്ക്. ഈ ഗ്രാമത്തിലെ ഒരു കുടുംബത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ കുടുംബത്തിലെ സൈനാബ് എന്ന 22 വയസ്സുകാരി, അവളുടെ മുത്തച്ഛൻ, അമ്മ ഫാത്തിമ, ഓട്ടിസം ബാധിച്ച സഹോദരൻ, ഇത്രയും പേരാണ് അവിടെ കഴിയുന്നത്. ഇവൾ സൈനാബ് ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും നല്ല മധുരമുള്ള പഴമാണ് ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടിൻ്റെ കച്ചവടവും ഇവൾക്കുണ്ട്. കേണലോടെ ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഫാത്തിമ അവിടെ ഇരുന്ന് അപ്പം ചുടുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാൻകാർ ഇപ്പോൾ ഇന്ത്യയിലാണ്. എന്ത് സംഭവിച്ചു? അതായത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുന്ന സമയത്ത് നടന്ന സംഭവമാണ്. യുദ്ധം അതിതീവ്രമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഫാത്തിമയ്ക്ക് 8 വയസ്സാണ്. അവരും കുറേ സ്ത്രീകളും ഒക്കെ അവിടെ ഒരു കനാലിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യൻ പട്ടാളം 4 ഗ്രാമങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. ഇന്ത്യയുടെ 4 ഗ്രാമങ്ങൾ പാകിസ്ഥാനിൽ നിന്നും തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഇതിൻ്റെ ഒരു കനാലിൽ ഫാത്തിമ ഉൾപ്പെടെ കുറച്ച് സ്ത്രീകൾ ഉണ്ട്. അവർ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം അവരോട് പറഞ്ഞത്, ഇന്ത്യൻ പട്ടാളം നിങ്ങളുടെ ഗ്രാമങ്ങൾ ചുട്ടരിക്കുമെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുമെന്നും മാത്രമല്ല പെണ്ണുങ്ങളുടെ മാറിടങ്ങൾ മുറിച്ചെറിയുമെന്നും ഒക്കെ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇവർ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ അവിടെ വന്നു, മേജർ അവിടെ വന്നു വിളിക്കുകയാണ്, അല്ലയോ സഹോദരിമാരെ, ഇത് ഇന്ത്യൻ പട്ടാളമാണ്, നിങ്ങളുടെ കൊച്ചനിയന്മാരാണ്, നിങ്ങളെ ഞങ്ങളെന്നും സഹോദരിമാരായിട്ടേ കണ്ടിട്ടുള്ളൂ, മാത്രമല്ല ഇനിയും അങ്ങനെ ആയിരിക്കും. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. നേരം പുലർന്നപ്പോൾ ഈ കുടുംബം ഇന്ത്യയിലായി. അപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാലാവസ്ഥ അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ അധിനിവേശം തടയുകയും ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് 1971. അപ്പോൾ ഭരണകൂടങ്ങൾ വരയ്ക്കുന്ന രേഖകൾക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ള ജനങ്ങളുടെ നീറുന്ന വ്യഥകൾ ഈ ഡയറിയിൽ കേണൽ സോണിയ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.